എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംജു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിനാണ് വയനാട് ചൂരൽമല സാക്ഷ്യം വഹിക്കുന്നത്. ആ വലിയ ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ ഉണ്ടായ വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളിലടക്കം പെട്ടെന്ന് ചർച്ചയാകുന്ന രണ്ട് റിപ്പോർട്ടുകളാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും. ഈ റിപ്പോർട്ടുകളുടെ ഇംപ്ലിമെന്റേഷനെ കുറിച്ചും ഈ റിപ്പോർട്ടുകളെ സംബന്ധിച്ചുമൊക്കെ കേരളത്തിൽ ചർച്ച ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ഒന്നാകെ പ്രതിഷേധങ്ങൾ ആളിക്കത്താറാണ് പതിവ്. വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ മാധവ് ഗാഡ്ഗിലിനെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്യും. കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ ഇടയലേഖനങ്ങൾ ഇടവകളിൽ വായിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവർ ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തും. ഇങ്ങനെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളും എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വേറിട്ട ശബ്ദം നേരത്തെ ഉണ്ടായിരുന്നു. അത് അന്തരിച്ച പി.ടി. തോമസിൻ്റെതായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കോ കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷിയായ CPM-ന്റെ നേതാവ് സഖാവ് പിണറായി വിജയനോ മറ്റാർക്കും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നാളുകളിൽ അവരുടെ മുഖ്യ പ്രവർത്തന അജണ്ടയായി ഈ പരിസ്ഥിതി പ്രശ്നം പാരിസ്ഥിതികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങളെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ടൊരു അഭ്യർത്ഥന നടത്താൻ കഴിവുള്ളയാളല്ല ഞാനെങ്കിൽ പോലും ഞാൻ പറയുന്നു, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ വെള്ളം ചേർക്കാതെ ധീരമായി നടപ്പാക്കാനുള്ള തന്റെ ഇടം അദ്ദേഹം കാണിക്കണം. ഇത് അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയ ചെറിയൊരു പ്രതികരണമാണ്. ഇദ്ദേഹം മാത്രമാണ് ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് പരസ്യമായി അനുകൂലമായ ഒരു നിലപാടെടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പ്രതിഷേധം ഉയർത്തുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും എല്ലാവരും പറയുന്നൊരു ന്യായം, എവിടെയായാലും മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് മതി മറ്റു പ്രകൃതിക്കും ജീവജാലങ്ങൾക്കുമെല്ലാം പരിഗണന കൊടുക്കുന്നത് എന്നായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഈ മറ്റൊന്നിനോടും സാമ്യപ്പെടുത്താനും സമീകരിക്കാനും ഒന്നും കഴിയാത്ത വിധത്തിലുള്ള വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി കേരളത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ പറഞ്ഞതിൽ നിന്നും ഒരൽപ്പം മാറി ചിന്തിക്കേണ്ട സമയമായി എന്നാണ്. കാരണം പ്രകൃതിക്കും പ്രകൃതിയുടെ പലതരത്തിലുള്ള സ്രോതസ്സുകൾക്കും പ്രാധാന്യം നൽകിയില്ലെങ്കിൽ ഇന്ന് മനുഷ്യജീവൻ ഇവിടെ സാധ്യമാണോ എന്ന ചോദ്യമാണ് ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ ഉയർത്തുന്നത്. ഇനി റിപ്പോർട്ടിലേക്ക് വന്നാൽ 2010 ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. അവർ ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് 2011 വിവിധ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ സമഗ്രമായ ഒരു പ്രതിപാദനം ഇപ്പോൾ ഇവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്, നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വികസനം മാത്രമല്ല, മറിച്ച് നമ്മുടെ പ്രകൃതിയെയും പ്രകൃതിയുടെ വിവിധ തലങ്ങളിലുള്ള സ്രോതസ്സിനെയും മറ്റു ജീവജാലങ്ങളെയും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള വികസനമാണ് യഥാർത്ഥ വികസനം എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അതിൽ വേണ്ട നിർദ്ദേശങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിലിന്റെ ഇപ്പോൾ ഈ വയനാട് നടന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്രതികരണം നമുക്ക് കാണാം. 11 years no one has acted upon it because there seems to be a battle between livelihoods and the environment. You want this area to be freed of human habitation, freed of quarrying, and the government and both in Kerala and the center seems reluctant to do so. No. This is a complete misinterpretation. See, actually as per the mandate given to us, this whole area is ecologically sensitive. What we had said that this is not practical and this should not be attempted in a broad brushed fashion, that therefore the Western Ghat areas should be divided into 3 zones. One is
ecologically highly sensitive, then of middle sensitivity, and thirdly of low sensitivity. And we have asked for particularly stopping of quarrying and mining also in only the highly sensitive areas, not everywhere. So that is a നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലായിടത്തും നിയന്ത്രണം വേണം എന്നല്ല പറയുന്നത്, മറിച്ച് പരിസ്ഥിതി അതിലോല പ്രദേശങ്ങൾ, ഹൈലി സെൻസിറ്റീവ് ഏരിയയിൽ മനുഷ്യൻ്റെ കടന്നുകയറ്റം, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ക്വാറി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം വേണം, അതിന് നിരോധനം വേണം എന്നർത്ഥത്തിലാണ് ഈ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങളുള്ളത്. മറിച്ച് മറ്റ് പ്രദേശങ്ങളിൽ ഇത് ബാധകമല്ല. എന്നിട്ടും ഈ റിപ്പോർട്ടിനെതിരെ കേരളത്തിലൊന്നാകെ പല തലങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം 2013 മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എങ്ങനെ നടപ്പിൽ വരുത്താം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു സമിതിയാണ്, ആ സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ കസ്തൂരി രംഗൻ. അവരും ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം അവർ കേരളത്തിലെ ചില പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി, ഹൈലി സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിച്ചു. അതിൽ വീണ്ടും കേരളത്തിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും കുറച്ചു ഭാഗം ഒഴിവാക്കി, ഒരർത്ഥത്തിൽ വെള്ളം ചേർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ ഒരു ആരോപണമുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയ ഒരു കസ്തൂരി രംഗൻ റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ കേരളത്തിന് അതിൻ്റേതായ ഒട്ടനവധി പരിധികളും പരിമിതികളുമുണ്ട്. കേരളത്തിലെ ഉയർന്ന ജനസാന്ദ്രത ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവ് മറ്റൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഒട്ടേറെ പരിധികളുണ്ടെങ്കിൽ കൂടി നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഏതൊക്കെ തലങ്ങളിലും ഏതൊക്കെ സ്ഥലങ്ങളിലും നമുക്ക് ജനജീവിതം സാധ്യമാണ് എന്ന് മുൻകൂട്ടി ഒരു പഠനം നടത്തി ആ സ്ഥലത്തെല്ലാം ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ, ജനങ്ങളുടെ കടന്നുകയറ്റം ഇതൊക്കെ അനുവദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇന്ന് തീരുമാനമെടുത്ത് നാളെ നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികളല്ല, മറിച്ചൊരു ലോങ് ടൈം പ്ലാനിങ്ങിലൂടെ നമുക്ക് വിദൂര ഭാവിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.